ഇന്ന് നവംബർ 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 76 വർഷം തികയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് നമ്മുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ സമൂഹത്തോട് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷക പ്രതികരണം നോക്കാം. നവംബർ 26 പ്രത്യേകത എന്താണെന്നറിയോ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നവംബർ 26 പ്രത്യേകത എന്താണെന്നറിയോ? നവംബർ 26 പ്രത്യേകത എന്താണെന്നറിയോ? നാളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഓക്കെ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതാവായിരിക്കണം. പിന്നെ അതോടൊപ്പം ജനങ്ങളുടെ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടണം. പിന്നെ എപ്പോൾ വിളിച്ചാൽ അപ്പോൾ അവിടെ എത്തേണ്ട ഒരാളായിരിക്കണം. പിന്നെ നല്ല റോഡുകളൊക്കെ വേണം. അത്രയൊക്കെ മതി. ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത്? ഒരു വോട്ട് എന്ന് പറഞ്ഞൊരു പൗരൻ്റെ അവകാശമാണ്. അപ്പം വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമൊക്കെ നമ്മൾ എപ്പോഴും മുതലാക്കുക. പിന്നെ വോട്ട് ചെയ്യാണ്ടിരിക്കാതിരിക്കുക. പരമാവധി നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇപ്പോൾ നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു, അത് എന്തൊക്കെ ഒരു ക്വാളിറ്റീസ് വേണം ഒരു നല്ല നേതാവ് എന്നുള്ളതിലേക്ക്? ജനങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് അറിയണ ആളായിരിക്കണം. പിന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണം. പിന്നെ അത്രയൊക്കെ എനിക്ക് ആ ഒരു ബേസിൽ അറിയാൻ പറ്റും ഇത്രയും കാലമായിട്ട്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്നത്? അത് വോട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിനിധീനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഓരോ ആൾക്കാരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊരു നല്ല നേതാവ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? പബ്ലിക് സർവീസ് ആണല്ലോ മെയിനായിട്ട് ഉദ്ദേശിക്കണം. ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. നമ്മളൊരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ സമൂഹത്തോട് എന്താണ് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളൊരു സമൂഹ ജീവിയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളെ ഉത്തരവാദികളാണ്. അപ്പം നമ്മൾ ഒരു നല്ലൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേപ്പബിൾ ആയിട്ടുള്ള ഒരാള്, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണു. അതിൽ പലർക്കും പല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബയാസ് ഉണ്ടായിരിക്കും. മീൻസ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ചായ്വുണ്ടായിരിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകളെ കുറച്ചുകൂടെ ഒപ്റ്റ് ചെയ്യും. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കുമല്ലോ. പലർക്കും പല പൊളിറ്റിക്കൽ വ്യൂസും പല പൊളിറ്റിക്സിനോടുള്ള ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും ആൾക്കാർ. പിന്നെ കറണ്ട് സർക്കംസ്റ്റൻസ് അതും ആളുകൾ ശ്രദ്ധിക്കും. നവംബർ 26 പ്രത്യേകത എന്താണെന്നറിയോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല പ്രതിനിധി എങ്ങനെയായിരിക്കണം? അത്യാവശ്യം എന്ന് വെച്ചാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരിക്കണം. നാടിന് വേണ്ടി നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന ആളായിരിക്കണം. ആ ഒരു സമൂഹത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കണം. ഇപ്പോൾ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മളെ സമൂഹത്തോട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? നമ്മളൊരു വോട്ട് ചെയ്യുന്നതോടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അയാളുടെ മേലിൽ നമ്മൊരു വിശ്വാസം സമർപ്പിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അവർ പ്രചരണത്തിന് മുന്നേ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു വിശ്വാസം അവരിൽ സൂക്ഷിക്കുന്നുണ്ട്. അവർ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് നമുക്ക് വരേണ്ടതെന്ന് പറയാൻ പറ്റും? വിദ്യാർത്ഥി എന്നൊരു നിലയ്ക്ക് വലിയ വികസനം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പുറത്തു പോയി അബ്രോഡൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു നല്ല ഇത് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ആ ഒരു രീതിയിലോട് എങ്ങനെയാണ് നമ്മൾ യൂത്ത് പ്രതികരിക്കേണ്ടത്? നല്ല കാര്യം. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ അവിടെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വേണം എന്നുള്ളൊരു ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയും കൂടി കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് നാളത്തേക്ക് 76 വർഷം തികയാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് നമ്മുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് ഇലക്ഷനിലൂടെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട് നന്നാവണം എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ കുറേയേറെ വികസനങ്ങളും വേണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രതീക്ഷകൾ ഇപ്പോഴാണെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്
നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിനും അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം, ചെയ്യാണ്ടിരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഫലപ്രദമായിട്ട് ചെയ്യണം, എന്നാലാണ് ആ വ്യക്തിക്ക് നിലനിൽപ്പുള്ളൂ. ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പിലും പുള്ളിക്കാരൻ മത്സരിക്കണമെങ്കിൽ അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, അതിന് താല്പര്യപ്പെടണം. അല്ലാതെ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടന്ന് മുനിസിപ്പാലിറ്റിയുടെ പ്രതിഫലം കൈപ്പറ്റുന്ന രീതി ആവർത്തിക്കരുത്. അതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശം. അപ്പൊ നമ്മളൊരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല കാര്യം, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളിൽ എല്ലാം ഫലപ്രദമായിട്ട് നടക്കണം. നമ്മുടെ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല സ്ഥാനാർത്ഥികൾ വരണം, നല്ല വ്യക്തികൾ വരണം. രാഷ്ട്രീയമായിട്ട് കൂടുതൽ ആഗ്രഹിക്കരുത്, നാടിന് വികസനം, അതാണ് നമ്മുടെ ഒരു പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല പ്രതിനിധി? എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ? എല്ലാ സിറ്റിസൻസിനെയും അഡ്രസ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഒരു ഡിസ്ക്രിമിനേഷൻ ഒട്ടും പുട്ട് ഫോർവേഡ് ചെയ്യാത്ത ഒരാളായിരിക്കണം. എല്ലാ കാസ്റ്റ്, ക്രീഡ്, എല്ലാ ആൾക്കാരെയും അഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതാണ് എൻ്റെ ഐഡിയൽ ലീഡർ. ഇപ്പോൾ നമ്മുടെ ഭരണഘടന, ഇപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എൻ്റെ ഒരു പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, ആള് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. എൻ്റെ ഒരു നല്ലൊരു നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ആളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അതാണ്. അങ്ങനത്തെ ഒരാൾ വേണം ജയിച്ചല്ല എന്തിനാണെങ്കിലും വരാൻ. ഒരു നല്ല പ്രതിനിധിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം? അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിന് നല്ല ചെയ്യുന്ന ഒരാളായിരിക്കണം. ലൈക്ക് രാഷ്ട്രീയം നോക്കിയിട്ട് ഒരാൾ ഒരിക്കലും വോട്ട് ചെയ്യാൻ നിൽക്കരുത്. അയാൾ എന്താണോ, അയാൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുള്ളൊരു, നമുക്ക് വികസനം വേണ്ടത്. വികസനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പിഴുതെടുക്കണ ഒരു വികസനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മളൊരു ഒരു പൊസിഷനിലേക്ക് വരുന്നതാണ് എൻ്റെ ഒരു ഇത്. വോട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റൈറ്റാണ്. ആര് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സർവൻ്റാണ് നമുക്ക് വേണ്ടി അവിടെ പോയി പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു, അത് പൊതുവിൽ ഇപ്പം പറയും പുതിയ തലമുറയ്ക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും നമ്മളിപ്പോൾ ക്യാമ്പസിലാണെങ്കിലും കാണുന്നത് ആർക്കും ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാലും ഒരു ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഒരു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകും. ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ രാഷ്ട്രീയം വരും. കക്ഷി രാഷ്ട്രീയം ഒഴിച്ച് നമ്മൾ ഒരു കക്ഷിയല്ല, നമുക്ക് നാളത്തെ ജനതയാണ്. ഇപ്പം ഈ ഓരോ ക്യാമ്പസുകളും പഠിക്കുന്നത് നാളത്തെ തലമുറകളാണ്. അപ്പോൾ അവർ പൊളിറ്റിക്സോടുകൂടി വളരണം. പൊളിറ്റിക്സോടുകൂടി വളർന്നാലേ നല്ലൊരു ഇപ്പം കേരളത്തിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ ചോദിക്കാനായിട്ടുള്ള ധൈര്യം ഒട്ടുമിക്ക കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ആൾക്കാർക്കൊക്കെ ഉള്ളത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രതിനിധിനെ നമ്മൾ വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ വോട്ട് ചെയ്തൊരു പ്രതിനിധിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഏറ്റവും നേതാവ് ഒരു ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും യാതൊരു വേർതിരിവ് കൂടാതെ എല്ലാ ജനങ്ങളും ആ ആളുടെ മീൻസ് ആ ആള് ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഒരു വേർതിരിവ് കൂടാതെ എപ്പോഴും അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കും ഏറ്റവും നല്ല ലീഡർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു ലീഡർ എന്ന രീതിയിൽ അവിടെ നിൽക്കാതെ ജനങ്ങളുടെ ഒപ്പം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലീഡർ. ഇപ്പോൾ നമ്മുടെ പ്രതിനിധിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ല പ്രതിനിധിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളൊരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത്? പഞ്ചായത്ത് ഇലക്ഷൻ്റെ അല്ലേ, പഞ്ചായത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നേടിത്തന്നെ, റോഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ്? ഇപ്പോൾ ഒരുപാട് പേരൊക്കെ പുറത്തു പോയിട്ടൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അത് ഇവിടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള രീതിക്കാണ് അവർ പുറത്തോട്ടൊക്കെ പോകുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരേണ്ടതുണ്ടോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എന്നുവെച്ചാൽ ജോലികളൊക്കെ അല്ലേ, ജോലികൾ കുറച്ച് കൂടിയാൽ കൊള്ളാം. ഈ ചില സ്ഥലത്തുള്ള കടകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ജോലി ചെയ്യാല. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ തിരഞ്ഞെടുക്കും, ഒരു നല്ല പ്രതിനിധിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ നാടിനി എങ്ങനെ പോകണം, എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളത് അതിനകത്ത് നമ്മുടെ ഒരു പോർഷൻ നമ്മൾ പറയുകയാണ്, നമ്മുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ പറയുകയാണ് നമ്മുടെ വോട്ടിനകത്തൂടെ. ആക്ച്വലി നല്ല വിദ്യാഭ്യാസമുള്ള ഇപ്പം എന്തൊക്കെ ചേഞ്ചുകൾ വേണം ഈ സമൂഹത്തിൽ നിന്ന് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവർ വേണം ഇനി വരാൻ. കാരണം പണ്ടേ മുതലേ ഇപ്പം ഇലക്ഷനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ അവർ തന്നെ നിന്ന് അവർ തന്നെ ഭരിച്ച് അവരുടെ സെയിം ഫോർമാറ്റ് ഫോളോ ചെയ്ത് അങ്ങനെ പോകണം നിർബന്ധമൊന്നുമില്ല. ഇനി പുതിയ പിള്ളേർ വരണം, അവർക്ക് നമുക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉണ്ടാകും, കുറച്ചുകൂടെ സമൂഹത്തെ വേറെ രീതിയിലായിരിക്കും നോക്കിക്കാണുന്നത്. അപ്പം അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, അവരുടെ കുറേ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിന് പുതിയ പിള്ളേർ വരണം, വിദ്യാഭ്യാസമുള്ള പിള്ളേർ വരണം. അതായത് ഈ പാർട്ടി പരിപാടികളുമായിട്ട് മാത്രം നടക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമോ ഒരു തൊഴിലായിട്ട് എടുക്കരുത്. മറ്റേ തൊഴിലുള്ളവർ ഈ കാര്യം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർ വരിക. അല്ലാതെ ഇതിനകത്തൊരു തൊഴിലാവുമ്പോഴാണ് ഇതിനകത്തോടെ നമുക്ക് കറപ്ഷൻ ഉണ്ടാകുന്നത്. ഇതിന് ഇൻകമായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഇത് നമ്മുടെ ഒരു സർവീസായിട്ട് കരുതുക. മറ്റ് ജോലിയുള്ളവർ ഇതിനകത്തോട് വരിക, അല്ലാതെ ഇതൊരു ജോലിയായിട്ട് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകരുത്. ഇപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് റൈറ്റ് ടു എക്സ്പ്രഷൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ റൈറ്റ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നേരിടുന്നുണ്ട്? അത് ചെയ്യുന്നതിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നേരിടുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടു, ആ പോസ്റ്റിന് ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ തന്നെ അതിൽ മോസ്റ്റ്ലി നമ്മുടെ നോർമലി നമ്മൾ മലയാളത്തിൽ തന്നെയാണല്ലോ ഇടുന്നത്. നമുക്ക് ഇഷ്ടം പോലെ തെറികളും അതും ഇതൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടാറ് തന്നെ ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടാറില്ല, ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരാൾ ഇഷ്ടമായതും ഇഷ്ടമല്ലാത്തതും നമ്മൾ പറയുകയാണെന്നെങ്കിൽ പോലും നമുക്ക് അത്ര അധികം എന്താ പറയുക വൃത്തികേടുകൾ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പല രീതിയിലുള്ള പ്രതിഫലനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ? അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടുതൽ സുതാര്യമാവേണ്ട, സത്യസന്ധമാവേണ്ടിയിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ജനങ്ങൾ വിചാരിക്കണ്ടേ? ജനങ്ങളാണല്ലോ അത് ചെയ്യുന്നത്. അത് ജനങ്ങൾ വിചാരിക്കണ്ടേ? നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, നമ്മൾ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മളൊരു കമൻറ്റ് പാസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഇഷ്ടമുള്ളത് വിളിച്ച് പറയാന്നുള്ളത് വേറെ. പക്ഷെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാം, അതിൻ്റെതായ രീതിയിൽ പറയാം. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് തൊള്ളതൊന്ന് വിളിച്ച് പറയുന്നതല്ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുണ്ട്.